Don't forget to like, share and subscribe Adda247 channel. Also download Adda247 app. ഹലോ നമസ്കാരം, എല്ലാവർക്കും Adda247 മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ എൻ്റെ ഒരു സയൻസ് ക്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു SCRT ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ. അപ്പോൾ അന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫിസിക്സിന്റെ പല ടേമുകളും അതിന് ഇംഗ്ലീഷിലുള്ള മീനിങ് എന്താണ് എന്നുള്ള ഇംഗ്ലീഷിലെ വാക്ക് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം, പക്ഷെ അതിന്റെ മലയാള പദം എന്താണ്, മലയാള വാക്ക് എന്താണ് എന്നുള്ളത് അറിയത്തില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇനി വരാൻ പോകുന്ന LDCയുടെ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് നമുക്ക് മലയാളത്തിലാണ് ഒരുപാട് പേര് അത് എഴുതാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ അന്നൊരു വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിസിക്സിലെ കുറച്ച് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ടേമുകളും അതിന്റെ മലയാളത്തിലുള്ള വാക്ക് എന്താണ് എന്നുള്ളതും പറഞ്ഞൊരു സെഷൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സെഷൻ ചെയ്യുന്നതും. ഈ സെഷനിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള SCRT പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് ഫിസിക്സിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ടേമുകളും ഇംഗ്ലീഷിലെ വാക്കുകളും അതിന്റെ മലയാളത്തിലുള്ള വാക്ക് എന്താണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന്റെ ഡെഫിനേഷൻസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഡെഫിനേഷനോടെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ ടേമും അതിന്റെ മലയാളത്തിലുള്ള വാക്ക് എന്താണ് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ആദ്യത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അതിനെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പ്രകാശ പ്രതിപതനം എന്നാണ് നമ്മൾ പറയുന്നത്. പ്രകാശ പ്രതിപതനം എന്ന് പറയുന്നു. ഇനി ഇൻസിഡന്റ് റേക്ക് ആണെങ്കിൽ നമ്മൾ പതന രശ്മി എന്ന് പറയുന്നു. റിഫ്ലക്റ്റർ റേ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ പ്രതിപതന രശ്മി എന്ന് നമ്മൾ വിളിക്കുന്നു. റിഫ്ലക്റ്റർ റേ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രതിപതന രശ്മി എന്ന് വിളിക്കുന്നു. മാഗ്നിഫിക്കേഷൻ നമ്മളെ ലെൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ആവർധനമാണ് മാഗ്നിഫിക്കേഷൻ. ഇനി അത് റിഫ്രാക്ഷൻ ആണ്, അപവർത്തനം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നോക്കിക്കേ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ പ്രകാശ പ്രതിപതനമാണ്. ഇൻസിഡന്റ് റേ ആണെങ്കിൽ പതനരശ്മിയാണ്. റിഫ്ലക്റ്റഡ് റേ ആണ് എന്നുണ്ടെങ്കിൽ പ്രതിപതന രശ്മിയാണ്. മാഗ്നിഫിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആവർധനമാണ്. അതേപോലെ റിഫ്രാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അപവർത്തനവുമാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്താണ് നമുക്കറിയാം, സാന്ദ്രതയാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ പ്രകാശിക സാന്ദ്രത എന്നാണ് അതിന്റെ മലയാളം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപവർത്തനാങ്കം എന്ന് വിളിക്കുന്നു. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്നുള്ളത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു, അപവർത്തനാങ്കം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി റിലേറ്റീവ് ആണ്. റിലേറ്റീവ് വെച്ച് നമുക്കറിയാം ആപേക്ഷികയാണ് അല്ലെ. അപ്പൊ ആപേക്ഷിക അപവർത്തനാങ്കമാണ് എന്തെന്ന് പറഞ്ഞത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്നുണ്ടെങ്കിലോ കേവല അപവർത്തനാങ്കവും എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൽ അതൊക്കെ ഉള്ളതാണ് അല്ലെ. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ പ്രകാശിക സാന്ദ്രതയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്നുണ്ടെങ്കിൽ അപവർത്തനാങ്കമാണ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്നുണ്ടെങ്കിൽ ആപേക്ഷിക അപവർത്തനാങ്കമാണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്നുണ്ടെങ്കിൽ കേവല അപവർത്തനാങ്കവും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒപ്റ്റിക് സെന്ററിലേക്ക് നമ്മൾ പോകാം. ഒപ്റ്റിക് സെന്റർ എന്ന് പറയുമ്പോൾ പ്രകാശിക കേന്ദ്രം എന്ന് നമ്മൾ വിളിക്കുന്നു. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ വക്രതാ കേന്ദ്രം എന്ന് നമ്മൾ വിളിക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യ അക്ഷമാണ്. ഇനി ഹൈപ്പർ മെട്രോപ്പി അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പൊ ഹൈപ്പർ മെട്രോപ്പി നമ്മൾ ദീർഘദൃഷ്ടി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി മയോപ്യ അല്ലെങ്കിൽ നിയർ സൈറ്റിനെ ഹ്രസ്വദൃഷ്ടി എന്ന് വിളിക്കുന്നു. ഒന്നുകൂടെ നോക്കിക്കേ, ഒപ്റ്റിക് സെന്ററിനെ പ്രകാശിക കേന്ദ്രം എന്ന് വിളിക്കുന്നു. സെന്റർ ഓഫ് കർവേജിനെ വക്രതാ കേന്ദ്രം എന്ന് നമ്മൾ വിളിക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യ അക്ഷമാണ്. ഹൈപ്പർ മെട്രോപ്പി അല്ലെങ്കിൽ ലോങ് സൈറ്റിനെ നമ്മൾ ദീർഘദൃഷ്ടി എന്ന് വിളിക്കുന്നു. മയോപ്പിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹ്രസ്വദൃഷ്ടി എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രസ് ബയോപ്പിയാണ്. നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിൽ വരുന്ന ഒരു ഡിഫക്റ്റ് ആണ് അല്ലെ. പ്രസ് ബയോപ്പിയെ നമ്മൾ വെള്ളെഴുത്ത് എന്ന് നമ്മൾ വിളിക്കുന്നു. കമ്പോസിറ്റ് ലൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ സമന്വിത പ്രകാശം എന്നാണ് പറയുന്നത്. ഇനി അത് ഡിസ്പേർഷൻ പ്രകീർണനമാണ്. മിറാഷ് എന്ന് പറയുന്നത് മരീചികയാണ്. വിസിബിൾ സ്പെക്ട്രം എന്ന് വെച്ചാൽ വർണ്ണരാജിയുമാണ്. ഒന്നുകൂടെ നോക്കിക്കേ, പ്രസ് ബയോപ്പിയ എന്ന് വെച്ചാൽ വെള്ളെഴുത്ത്, കമ്പോസിറ്റ് ലൈറ്റ് എന്ന് വെച്ചാൽ സമന്വിത പ്രകാശം, ഡിസ്പേർഷൻ പ്രകീർണനമാണ്, മിറാഷ് എന്ന് വെച്ചാൽ മരീചികയാണ്, വിസിബിൾ സ്പെക്ട്രം എന്ന് വെച്ചാൽ വർണ്ണരാജിയുമാണ്. ഈ ഡിസ്പേർഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് സിലബസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അതിന്റെ ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഡിഫ്രാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിഭങ്കനം എന്ന് വിളിക്കുന്നു. ഇന്റർഫറൻസ് ആണ് എന്നുണ്ടെങ്കിൽ വ്യതികരണം എന്ന് പറയുന്നു. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അല്ലെ, സ്കാറ്ററിങ്ങിനെ നമ്മൾ വിസരണം എന്നാണ് പറയുന്നത്. ഇനി അത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നു. ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സുതാര്യ വസ്തു എന്നും പറയുന്നു. ഡിഫ്രാക്ഷനെ നമ്മൾ വിഭങ്കനം എന്നാണ് പറയുന്നത്, ഇന്റർഫറൻസിനെ വ്യതികരണം എന്ന് പറയുന്നു, സ്കാറ്ററിങ്ങിനെ വിസരണം എന്ന് പറയുന്നു, പെർസിസ്റ്റൻസ് ഓഫ് വിഷനെ നമ്മൾ എന്ത് പറയുന്നു, വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കുന്നു, ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റിനെ സുതാര്യ വസ്തുവും എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ട്രാൻസ്പെറന്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ എന്തുകൊണ്ട്, ഒപ്പേക്ക് ഉണ്ടല്ലേ. അപ്പൊ ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, അതാര്യ വസ്തു എന്ന് വിളിക്കുന്നു. ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ അതാര്യ വസ്തു എന്ന് വിളിക്കുന്നു. നേരത്തെ ലെൻസുകളിലേക്ക് നമുക്ക് പോകാം. കോൺവെക്സ് ലെൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉത്തല ലെൻസ് എന്നാണ് വിളിക്കുന്നത്. കോൺകേവ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ അവതല ലെൻസ് എന്ന് നമുക്ക് വിളിക്കാം. കോൺവെക്സിനെ ഉത്തല ലെൻസ് എന്ന് വിളിക്കാം, കോൺകേവിനെ നമുക്ക് എന്ത് വിളിക്കാം, അവതല ലെൻസ് എന്ന് വിളിക്കാം. ഇനിയിപ്പോ കൺവേർജിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സംവ്രജന ലെൻസ് എന്ന് വിളിക്കുന്നു. കൺവേർജിങ് ലെൻസിനെ സംവ്രജന ലെൻസ് എന്ന് വിളിക്കുന്നു. ഡൈവേർജിങ്ങിനെ നമ്മൾ വിവ്രജന ലെൻസ് എന്ന് വിളിക്കുന്നു. ലാറ്ററൽ ഇൻവേർഷൻ ആണ് അടുത്ത വാക്ക്, അതിനെ നമ്മൾ പാർഷിക വിപര്യം എന്ന് പറയുന്നു. നോക്കിക്കേ, ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതാര്യ വസ്തു, കോൺവെക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഉത്തല ലെൻസ് ആണ്, കോൺകേവ് ലെൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവതല ലെൻസ് ആണ്, കൺവേർജിങ് ലെൻസ് ആണ് എന്നുണ്ടെങ്കിൽ സംവ്രജന ലെൻസ് എന്ന് പറയുന്നു. ഡൈവേർജിങ് ലെൻസിനെ നമ്മൾ വിവർജന ലെൻസ് എന്ന് നമ്മൾ പറയുന്നു. ഇനി അടുത്ത് നോക്കാം, മോഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ആക്സിലറേഷനെ നമ്മൾ ത്വരണം എന്ന വാക്ക് കൊണ്ടാണ് മീൻ ചെയ്യുന്നത്. ആക്സിലറേഷന്റെ മലയാളം അർത്ഥം എന്താണ്, ത്വരണം എന്നാണ്. ഇനി വെലോസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ പ്രവേഗം, ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്ഥാനാന്തരമാണ്. ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരമാണ്. പീരിയോഡിക് മോഷനെ നമ്മൾ ക്രമാവർത്തന ചലനം എന്ന് പറയുന്നു. പീരിയോഡിക് മോഷനെ ക്രമാവർത്തന ചലനം എന്ന് പറയുന്നു. സർക്കുലർ മോഷനിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വളർത്തൂള ചലനം എന്ന് പറയുന്നു. വളർത്തൂള ചലനം എന്ന് പറയുന്നു ഏതിനെ, സർക്കുലാർ മോഷന്. ഇനി ഓസിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ദോലനം എന്നാണ് പറയുന്നത്. ഓസിലേഷൻ ദോലനം എന്ന് പറയുന്നു. റെവല്യൂഷനെ പരിക്രമണം എന്ന് പറയുന്നു. റെവല്യൂഷനെ പരിക്രമണം എന്ന് പറയുന്നു. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആക്സിലറേഷൻ ത്വരണം, വെലോസിറ്റി പ്രവേഗം, ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം, പീരിയോഡിക് മോഷൻ ആണ് എന്നുണ്ടെങ്കിൽ ക്രമാവർത്തന ചലനമാണ്, സർക്കുലാർ മോഷൻ ആണ് എന്നുണ്ടെങ്കിൽ വളർത്തൂള ചലനമാണ്, ഓസിലേഷനെ നമ്മൾ ദോലനം എന്ന് വിളിക്കുന്നു, റെവല്യൂഷനെ പരിക്രമണം എന്നും പറയുന്നു. ഇനി അടുത്ത നമുക്ക് നോക്കാം, റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷനെ നമ്മൾ മന്ദീകരണം എന്ന് നമ്മൾ പറയുന്നു. സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്ടാർ ക്വാണ്ടിറ്റിയുമാണ് അടുത്ത പറയുന്നത്. സ്കേലാർ ക്വാണ്ടിറ്റിനെ ആദീശ അളവ് എന്ന് വിളിക്കുമെങ്കിൽ വെക്ടാർ ക്വാണ്ടിറ്റിനെ നമ്മൾ സദീശ അളവ് എന്ന് വിളിക്കുന്നു. സ്കേലാർ ക്വാണ്ടിറ്റി ആദീശ അളവും വെക്ടാർ ക്വാണ്ടിറ്റി സദീശ അളവുമാണ്. ഇനി നോൺ യൂണിഫോം വെലോസിറ്റി ഉണ്ട്. യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം. അതിനകത്ത് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അസമ പ്രവേഗം എന്ന് പറയുമെങ്കിൽ ഫൈനൽ വെലോസിറ്റി നമ്മൾ അന്ത്യപ്രവേഗം എന്ന് പറയുന്നു. ഒന്നുകൂടി നോക്കിക്കേ, റിട്ടാർഡേഷനെ മന്ദീകരണം, സ്കേലാർ ക്വാണ്ടിറ്റിനെ ആദീശ അളവ്, വെക്ടാർ ക്വാണ്ടിറ്റിനെ സദീശ അളവ്, നോൺ യൂണിഫോം വെലോസിറ്റിനെ അസമ പ്രവേഗം എന്ന് പറയുന്നു, ഫൈനൽ വെലോസിറ്റിനെ അന്ത്യപ്രവേഗവും എന്ന് പറയും. ഇനി അടുത്ത നമ്മൾ ഇനേർഷ്യയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനേർഷ്യ എന്ന് വെച്ചാൽ ജഡത്വമാണ്, ജഡത്വം അല്ലെ. ഇനി മൊമെന്റത്തിന്റെ മലയാളം ആക്കം എന്നാണ്. ഇമ്പൾസ് എന്ന് വെച്ചാൽ അവേഗം എന്നാണ്. ആവേഗം എന്നാണ്, ആവേഗമല്ല ആവേഗം എന്നാണ്. ഒന്നുകൂടെ നോക്കിക്കേ, ഇനേർഷ്യ എന്ന് വെച്ചാൽ ജഡത്വമാണ്, മൊമെന്റം എന്ന് വെച്ചാൽ ആക്കമാണ്, ഇമ്പൾസ് എന്ന് വെച്ചാൽ ആവേഗമാണ്, ആവേഗം. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നു. സെൻട്രിപെറ്റൽ ഫോഴ്സിനെ അഭികേന്ദ്ര ബലം എന്ന് വിളിക്കുമെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നമ്മൾ അഭികേന്ദ്ര ത്വരണം എന്ന് വിളിക്കും. സെൻട്രിപെറ്റൽ ആക്സിലറേഷനെ അഭികേന്ദ്ര ത്വരണം എന്ന് വിളിക്കും. ഇനേർഷ്യ ജഡത്വം എന്ന് വിളിക്കുന്നു, മൊമെന്റത്തിനെ ആക്കം എന്ന് വിളിക്കുന്നു, ഇമ്പൾസിനെ ആവേഗം എന്ന് നമ്മൾ വിളിക്കുന്നു, സെൻട്രിപെറ്റൽ ഫോഴ്സിനെ അഭികേന്ദ്ര ബലമെന്നും സെൻട്രിപെറ്റൽ ആക്സിലറേഷനെ അഭികേന്ദ്ര ത്വരണമെന്നും വിളിക്കുന്നു. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഗ്രാവിറ്റേഷൻ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഗുരുത്വാകർഷണമാണ് അല്ലെ, ഗുരുത്വാകർഷണ ബലമാണ്. ഇനി അത് മാസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പിണ്ഡം എന്ന് വിളിക്കുന്നു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ഭൂഗുരുത്വ ത്വരണം എന്ന് പറയും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ സ്മാൾ ലെറ്റർ ജി അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ഭൂഗുരുത്വ ത്വരണം എന്ന് വിളിക്കുമെങ്കിൽ ഫ്രീ ഫോൾ ആണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. ഫ്രീ ഫോളിനെ നിർബോധ പതനം എന്നും പറയും. ഇനി അടുത്ത സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, അപകേന്ദ്ര ബലമാണ്. സെൻട്രിഫ്യൂഗലിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അപകേന്ദ്ര ബലം എന്ന് വിളിക്കുന്നു.
ഓക്കെ, ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണം, മാസ് പിണ്ഡം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ ഭൂഗുരുത്വ ത്വരണമാണ്, ഫ്രീ ഫാളിനെ നിർബോധ പതനം എന്ന് വിളിക്കുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ അപകേന്ദ്ര ബലം എന്നും വിളിക്കുന്നു. ഇതത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ കർഷണ ബലം എന്ന് പറയുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സിനെ കർഷണ ബലമാണ്. ലൂബ്രിക്കൻസ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻസിനെ നമ്മൾ സ്നേഹകങ്ങൾ എന്നാണ് പറയുന്നത്. ത്രസ്റ്റിനെ നമ്മൾ വ്യാപക മർദ്ദം എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രഷറിനെ നമ്മൾ മർദ്ദവും എന്നാണ് വിളിക്കുന്നത്. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അപകേന്ദ്ര ബലം. ഇതൊന്ന് റിപ്പീറ്റ് ചെയ്തു വന്നല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? അപകേന്ദ്ര ബലം. ഒന്നുകൂടെ നോക്കിക്കേ, ഫ്രിക്ഷണൽ ഫോഴ്സിനെ കർഷണ ബലം എന്ന് വിളിക്കുമ്പോൾ ലൂബ്രിക്കൻസിനെ സ്നേഹകങ്ങൾ എന്ന് വിളിക്കുന്നു. അതേപോലെ ത്രസ്റ്റിനെ വ്യാപക മർദ്ദം എന്ന് വിളിക്കുന്നു, പ്രഷറിനെ മർദ്ദം എന്ന് വിളിക്കുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ അപകേന്ദ്ര ബലം എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മുടെ ഹീറ്റ് ടെമ്പറേച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹീറ്റ് കപ്പാസിറ്റി താപധാരിത എന്ന് പറയുന്നു. ഫ്രീസിംഗ് ഓഫ് വാട്ടർ ആണ്. ജലത്തിന്റെ ഘനീഭവിക്കലിനെയാണ് നമ്മൾ ഫ്രീസിംഗ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇന്നത്തെ ഫ്രീസിംഗ് പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഖരാംഗമാണ്. ഇനി സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ ജലത്തിന്റെ പ്രതല ബലമാണ്. സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രതല ബലമാണ് സർഫസ് ടെൻഷൻ. ഓക്കെ, ഇനി അത് വിസ്കസ് ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ശ്യാനബലം എന്ന് പറയുന്നു. എന്ത് പറയും? ശ്യാനബലം. ഹീറ്റ് കപ്പാസിറ്റി താപധാരിതയാണ്. ഫ്രീസിംഗ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ജലത്തിന്റെ ഘനീഭവിക്കലാണ്. അതേപോലെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഖരാംഗമാണ്. ഓക്കെ, സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ പ്രതല ബലം. സർഫസ് ടെൻഷൻ പ്രതല ബലവും വിസ്കസ് ഫോഴ്സ് ശ്യാനബലം. ഓക്കെ, ഇന്നത്തെ ക്യാപിലാരിറ്റി ആണ്. ക്യാപിലാരിറ്റിയുടെ മലയാളം വാക്ക് എന്ന് പറയുന്നത് കേശികത്വമാണ്. ബോയന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ പ്ലവക്ഷമ ബലം. ഡെൻസിറ്റി സാന്ദ്രതയാണ്. റിലേറ്റീവ് ഡെൻസിറ്റിനെ നമ്മൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നു. ഓക്കെ, ക്യാപിലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? റൈസ് ഓർ ഫോൾ ഓഫ് വാട്ടർ അല്ലെ, ത്രൂ എ സ്മാൾ ട്യൂബ് അണ്ടർ ദി ഇഫക്ട് ഓഫ് ഗ്രാവിറ്റി അല്ലെ, എഗൻസ്റ്റ് ദി ഗ്രാവിറ്റി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിലാരിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ക്യാപിലാരിറ്റിയുടെ മലയാളം വാക്ക് എന്ന് പറയുന്നത് കേശികത്വമാണ്. ബോയന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ പ്ലവക്ഷമ ബലമാണ്. ഡെൻസിറ്റി സാന്ദ്രതയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ആപേക്ഷിക സാന്ദ്രതയാണ്. ഓക്കെ, അടുത്ത ഫ്രീക്വൻസി ആണ്. സൗണ്ടിലേക്ക് നമുക്ക് പോകാം. ഫ്രീക്വൻസിനെ നമ്മൾ ആവൃത്തി എന്ന് പറയുന്നു. എക്കോനെ നമ്മൾ പ്രതിധ്വനി എന്ന് വിളിക്കുന്നു. നാച്ചുറൽ ഫ്രീക്വൻസിനെ നമ്മൾ സ്വാഭാവിക ആവൃത്തി എന്ന് വിളിക്കുന്നു. ലൗഡ്നെസ് എന്ന് വെച്ചാൽ ഉച്ചതയാണ്. പിച്ച് എന്ന് വെച്ചാൽ സ്ഥായിയാണ്. ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആവൃത്തി എന്ന് വിളിക്കുന്നു. എക്കോനെ നമ്മൾ പ്രതിധ്വനി എന്ന് വിളിക്കുന്നു. നാച്ചുറൽ ഫ്രീക്വൻസിനെയാണെന്ന് സ്വാഭാവിക ആവൃത്തി എന്ന് വിളിക്കുന്നു. ലൗഡ്നെസ് ഉച്ചത, അതേപോലെ തന്നെ പിച്ച് എന്ന് വെച്ചാൽ സ്ഥായിയാണ്. ഇന്നത്തെ കൈനറ്റിക് എനർജിയിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഗതികോർജം എന്നാണ് വിളിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ഥിതികോർജം എന്ന് വിളിക്കുന്നു. ഹീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ താപമാണ്. ടെമ്പറേച്ചർ ആണെങ്കിൽ താപനില, ഊഷ്മാവ് എന്നൊക്കെ നമുക്ക് പറയാം. മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ ദ്രവണാങ്കം എന്ന് വിളിക്കുന്നു. ഓക്കെ, കൈനറ്റിക് എനർജി ഗതികോർജം, പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജം, ടെമ്പറേച്ചറിന്റെ ഹീറ്റിനെ നമ്മൾ താപം എന്ന് വിളിക്കുന്നു. ടെമ്പറേച്ചറിനെ താപനില, ഊഷ്മാവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. മെൽറ്റിംഗ് പോയിന്റിനെ ദ്രവണാങ്കം എന്ന് വിളിക്കുന്നു. ലേറ്റന്റ് ഹീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ലീനതാപം. കണ്ടക്ഷൻ ചാലനമാണ്. കൺവെക്ഷൻ എന്ന് പറയുന്നത് സംവഹനവുമാണ്. റേഡിയേഷൻ എന്ന് വെച്ചാൽ വികിരണമാണ്. അതേപോലെ തന്നെ ലിവർ എന്ന് വെച്ചാൽ ഉത്തോലകം. ഒന്നുകൂടി നോക്കിക്കേ, ലേറ്റന്റ് ഹീറ്റിനെ നമ്മൾ ലീനതാപം എന്ന് വിളിക്കുന്നു. കണ്ടക്ഷനെ ചാലനം എന്ന് വിളിക്കുന്നു. കൺവെക്ഷനെ സംവഹനം എന്ന് വിളിക്കുന്നു. റേഡിയേഷനെ വികിരണം എന്ന് വിളിക്കുന്നു. ലിവറിനെ ആണെങ്കിലോ ഉത്തോലകവും എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇനി ഫൾക്രം നമ്മളെ ഉത്തോലോകങ്ങളിൽ വരുന്നതാണ് അല്ലെ. ഫൾക്രം എന്ന് വെച്ചാൽ അതിനെ ധാരം എന്ന് വിളിക്കുന്നു. എഫോർട്ടിനെ നമ്മൾ യത്നം എന്ന് വിളിക്കുന്നു. റെസിസ്റ്റൻസിനെ രോധനം എന്ന് വിളിക്കുന്നു. റേഡിയേഷൻ വികിരണവും ഉത്തോലകം എന്ന് വെച്ചാൽ ലിവറുമാണ്. ഒന്നുകൂടി നോക്കിക്കേ, ഫൾക്രം എന്ന് വെച്ചാൽ ധാരം, എഫോർട്ട് എന്ന് വെച്ചാൽ യത്നമാണ്, റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ രോധനമാണ്, റേഡിയേഷൻ വികിരണവും, ലിവർ എന്ന് വെച്ചാൽ ഉത്തോലോകവുമാണ്. നമുക്ക് ഈ പറയുന്ന ഫൾക്രം, എഫോർട്ട്, റെസിസ്റ്റൻസ് വെച്ച് നമുക്ക്
ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കൺസെപ്റ്റ് നമ്മളെ ചെക്ക് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുന്ന. ഹൈ ലെവലിലേക്കൊന്നും കയറി ചോദിക്കാനൊന്നും പോകുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് LDCക്കും LGS മെയിൻസിനും ഒക്കെ നമ്മൾ ചോദിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട ഫിസിക്സിലെ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടേമുകൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ നമ്മുടെ ആ ഒരു PSCയുടെ ഇന്റഗ്രേറ്റഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ജൂൺ 15-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ LDയുടെ മെയിൻസ് അല്ലെ 10th ലെവൽ മെയിൻസ്, അതേപോലെ നമ്മൾ 10th-ന്റെയും 12th ലെവലിന്റെയും മെയിൻസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് കേട്ടോ. ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ് കേട്ടോ. അപ്പൊ സെക്രട്ടേറിയറ്റ് പ്രിലിംസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. Y305 എന്നുള്ളൊരു കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3800ഓളം രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന കേട്ടോ. Y305 എന്നുള്ളൊരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 3800ഓളം രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ GK മാത്രം, ചിലർക്ക് GK ആയിരിക്കും കുറച്ച് വീക്ക് അല്ലേ, ബാക്കി മാത്സും ഇംഗ്ലീഷും ഒക്കെ അവർ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പൊ GK മാത്രം പഠിക്കണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഈ ഒരു കോഡ് ഉപയോഗിച്ചാൽ മതി. Y305 എന്നുള്ള കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1450ഓളം രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. GK മാത്രം നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പൊ മാത്സ് മാത്രം പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ Y305 എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വെറും 1450 രൂപയ്ക്ക് നിങ്ങൾക്ക് മാത്സ് മാത്രം പഠിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് മാത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനും പ്രൊവിഷൻ ഉണ്ട്. Y305 എന്നുള്ള കോഡ് ഉപയോഗിക്കൂ. 1450 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഇംഗ്ലീഷ് മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ നമ്മൾ Adda247 ആപ്പും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, കമന്റ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.